ലോകത്തെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനം ഇനി ഇന്ത്യക്കും സ്വന്തം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി ഇന്ത്യ ഇസ്രായേൽ ആയുധ ഇടപാടിലെ ഏറ്റവും സുപ്രധാനമായ നീക്കമായി ഇസ്രായേലിൻ്റെ ലേസർ ഡോൺ അയൺ ഡിഫൻസ് സിസ്റ്റം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മാസം 25, 26 തീയതികളിൽ ഇസ്രായേൽ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നിരവധി നിർണായകമായ കരാറുകളിൽ ഒപ്പുവെക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ആയുധ ഇടപാടുകൾ തന്നെയായിരിക്കും. ഇസ്രായേലിൻ്റെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ, ഡ്രോൺ സാങ്കേതിക വിദ്യകൾ, ദീർഘദൂര മിസൈലുകൾ, മറ്റ് ആയുധങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളതാണ് ഇസ്രായേൽ അടുത്തിടെ കണ്ടുപിടിച്ച ഇസ്രായേലിൻ്റെ ഏറ്റവും ആധുനികമായ കണ്ടുപിടുത്തമായ ലേസർ ഡോൺ അയൺ ഡിഫൻസ് സിസ്റ്റം. എന്താണ് ലേസർ ഡോം അയൺ ഡിഫൻസ് സിസ്റ്റം? ഇസ്രായേലിന് കാലങ്ങളായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ കാര്യപ്രാപ്തിയുള്ള, അതിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രായേൽ രൂപകൽപ്പന ചെയ്ത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആകാശത്ത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അതിർത്തികൾ സജ്ജമാക്കിയിരിക്കുന്നത്. അതാണ് ലേസർ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം. നേരത്തെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ശത്രുവിൻ്റെ മിസൈലുകളെ തകർത്തിരുന്നതെങ്കിൽ ലേസർ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചതിലൂടെ തന്നെ ലേസർ ഉപയോഗിച്ചുകൊണ്ട്, ലേസർ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിൻ്റെ മിസൈലുകളെ, ശത്രുവിൻ്റെ ഏറ്റവും ആധുനികമായ ആയുധങ്ങളെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു. നേരത്തെ ഇസ്രായേലിൻ്റെ ദീർഘദൂര മിസൈലുകളാണ് ശത്രുവിൻ്റെ മിസൈലുകളെ പ്രഹരിച്ച് ആകാശത്ത് വച്ച് സ്ഫോടനങ്ങളിലൂടെ തകർത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് വെച്ച് തന്നെ ഇസ്രായേലിൻ്റെ ലേസർ ഡോമിലെ റഡാറുകൾ ശത്രുവിൻ്റെ മിസൈലുകളെ കൃത്യമായി കണ്ടെത്തുകയും ആ മിസൈലുകൾക്ക് നേരെ ഏറ്റവും ശക്തിയുള്ള ഒരു ഊർജം, അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് സംഭരിക്കുന്ന ഊർജത്തെ ലേസർ രശ്മികളാക്കി മാറ്റിക്കൊണ്ട് ആ ലേസർ രശ്മികളുടെ ഊർജത്തെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് ആവാഹിച്ച് ആ ഊർജം കൊണ്ട് ശത്രുവിൻ്റെ ആയുധങ്ങളെ, പ്രത്യേകിച്ച് മിസൈലുകളെ തകർക്കുകയാണ് ലേസർ ഡോം എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇത് താരതമ്യേന അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റത്തെ അപേക്ഷിച്ച് ചിലവ് കുറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ കൃത്യതയുള്ളതാണ്. കഴിഞ്ഞ ഇറാനുമായുള്ള യുദ്ധത്തിന് പിന്നാലെയാണ് തങ്ങളുടെ അതിർത്തികളിൽ ഇസ്രായേൽ ലേസർ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചത്. ഇപ്പോൾ ഇതാ ഇസ്രായേൽ ആദ്യമായി മറ്റൊരു രാജ്യത്തിന് ലേസർ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം കൈമാറുകയാണ്. അത് ഇന്ത്യക്കാണ്. ഇന്ത്യ തങ്ങളുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ച ഒരു നാഴികക്കല്ലായി മാറുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള ചർച്ചകൾക്കിടെയാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒപ്പിടാൻ പോകുന്ന ആയുധ ഇടപാടുകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച ഏറ്റവും കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ലെങ്കിലും നിർണായകമായ ചില സൂചനകൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത് ഇതൊക്കെയാണ്. ഇന്ത്യ പ്രധാനമായും ലേസർ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്ക് കൈമാറാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. അതുമാത്രവുമല്ല, ഇസ്രായേലിൻ്റെ ഡ്രോൺ ടെക്നോളജി അത് ഇന്ത്യക്ക് കൈമാറുകയും ഇസ്രായേലിൻ്റെ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുകയും ചെയ്യാനുള്ള ഒരു കരാറും ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിരവധി ദീർഘദൂര, ഹ്രസ്വദൂര മിസൈലുകൾ ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറും. മിസൈലുകൾ കൈമാറുന്നതിനൊപ്പം തന്നെ അതിൻ്റെ സാങ്കേതിക വിദ്യകൾ ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ ഇസ്രായേലിൻ്റെ ആയുധ കൂമ്പാരം
ഒന്നടങ്കം ഇന്ത്യക്ക് കൈമാറാനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള യുദ്ധത്തിൽ എല്ലാ കാലത്തും ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച രാജ്യമാണ് ഇന്ത്യ. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്നപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു ഇന്ത്യ നിലയുറപ്പിച്ചത്. ഓരോ ഘട്ടത്തിലും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ രൂക്ഷമായിട്ടായിരുന്നു. ഇസ്രായേൽ അതിന് ഇന്ത്യക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് വൻതോതിലുള്ള ആയുധങ്ങളാണ്, പ്രത്യേകിച്ച് മെഷീൻ ഗണ്ണുകളടക്കമുള്ള ആയുധങ്ങൾ, ഷോർട്ട് റേഞ്ച് മിസൈലുകൾ, ലോങ് റേഞ്ച് മിസൈലുകളൊക്കെ തന്നെയാണ് ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറിയത്. ഓപ്പറേഷൻ സിന്ദൂറിനും അതിന് മുൻപുമൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ വലിയ ആയുധ സഹായം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ തന്നെ ഹമാസിൻ്റെ ഭീകരന്മാർ പാകിസ്ഥാൻ അതിർത്തിയിൽ എത്തിയിട്ടുണ്ടെന്നും ഇന്ത്യയിലേക്ക് ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്നുമുള്ള രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദാണ് ഇന്ത്യക്ക് കൈമാറിയത്. ഇന്ത്യ ഇതോടുകൂടി അതിർത്തിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും കൂടുതൽ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ കാലത്തും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക പങ്കാളിയും സൈനിക സഹായിയുമായി ഇസ്രായേൽ വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഇതാ തങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു സുരക്ഷാ കോട്ട അത് ഇന്ത്യക്ക് കൈമാറുകയാണ്. ഇത് ലഭിക്കുന്നതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ അതിർത്തിയെ കാരിരുമ്പിൻ്റെ കരുത്തുള്ള ഒരു കോട്ടയായി മാറ്റുക എന്നുള്ളതാണ്. കാരണം ഇനിയൊരു ഭീകരാക്രമണം ഇന്ത്യയിലേക്ക് ഉണ്ടാകരുത്. അത് കരമാർഗമായാലും ആകാശമാർഗമായാലും ജലമാർഗമായാലും ഇന്ത്യയിലേക്കൊരു ഭീകരാക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഇന്ത്യ ഒരുക്കുന്നത്. നിലവിൽ റഷ്യ നൽകിയ S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയുടെ ആകാശം കാക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി കാക്കുന്നത്. ഇപ്പോൾ ഇതാ അതിനേക്കാൾ കൂടുതൽ ശക്തമായ, അതിനേക്കാൾ കൂടുതൽ ആധുനികമായ ലേസർ ഡോം ഡിഫൻസ് സിസ്റ്റം വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ്. ഇസ്രായേലുമായി അതിനുള്ള കരാർ ഒപ്പിടാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25-ാം തീയതി ഇസ്രായേലിലേക്ക് എത്തുകയാണ്. ഇത് ഏറ്റവും നിർണായകമായ ചരിത്രപരമായ വഴിത്തിരിവായിട്ടുള്ള നാഴികക്കല്ലായിട്ടുള്ള ഒരു യാത്രയാണ് എന്ന് ഇന്ത്യയും ഇസ്രായേലും ഒരുപോലെ തന്നെ പറയുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ, ഈ യാത്രയിൽ ഏറെ നിർണായകമായ നിരവധി കരാറുകൾ ഒപ്പിടുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രതിരോധ ശേഷിയുള്ള മൾട്ടി ലെയേർഡ് എയർ ഷീൽഡ് നിർമ്മിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകാതെ അതിനെയൊക്കെ തകർക്കാൻ ശേഷിയുള്ള പല തലങ്ങളിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.